ഞങ്ങളിലേക്ക് വരുന്ന ഞങ്ങളുടെ കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. കർത്താവ് പരിമിതികളുടെ നടുവിൽ അങ്ങേ ആരാധിപ്പാൻ നൽകുന്ന വലിയ അവസരത്തിനായി സ്തോത്രം. പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവെ അങ്ങേ ആരാധിപ്പാനും കർത്താവെ അവിടുത്തെ വചനം ശ്രമിപ്പാനും താല്പര്യത്തോടെ കടന്നു വന്ന നിന്റെ പ്രിയമക്കാരൻ നന്ദിയോടെ സ്തോത്രം. കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ആരാധന വ്യാപരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം കർത്താവെ അവിടുത്തെ വചനം പഠിക്കുവാനും ധ്യാനിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അവിടുത്തെ കർത്താവെ ദിവ്യമായ ഇടപെടൽ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമാക്കുക. വിലകിനടിനെ താഴ്ത്തിയിരിക്കുന്നു, കുറവുകളെ ഓർക്കാതെ ശക്തിയിരിക്കുന്നു. അടിയുടെ വായിലെ വാക്കുകളും നിന്റെ പ്രിയമക്കളോരൊക്കെയാണ് അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പെന്തക്കോസ്തിന് ശേഷം വരുന്ന 14-ാമത്തെ ഞായറാഴ്ച ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ പ്രാർത്ഥന ഓർത്ത് പോലെ ദിവസമായിരിക്കാൻ ദൈവം നൽകുന്ന അവസരത്തിനായി സ്തോത്രം. നമുക്കൊക്കെ അറിയുന്നതുപോലെ ഈ വർഷത്തിൻ്റെ ആരംഭം മുതലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മാർച്ച് മാസം 15-ന് ശേഷം COVID-19 എന്ന രോഗം മാരകമാകുകയും അന്നു മുതൽ നമുക്ക് ആരാധന ഇല്ലാതെ കിടക്കുകയും ചെയ്തു. രാഷ്ട്രം ഇന്നലെ അതിൻ്റെ 73-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. 73-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് സ്വാതന്ത്ര്യം ആഘോഷിച്ചത്. കാരണം ജനത്തിന് കൂടി വരുവാൻ സ്വാതന്ത്ര്യം, എന്നാ സ്വാതന്ത്ര്യമില്ലേ? ജനത്തിന് ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല, കൂട്ടായ്മകൾക്ക് സ്വാതന്ത്ര്യമില്ല, കൂടിവരവുകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇറങ്ങി സഞ്ചാര സ്വാതന്ത്ര്യമില്ല. ലോക്ക്ഡൗണും ക്വാറന്റൈനും ഒക്കെയായി കഴിയുമ്പോൾ എന്താ സ്വാതന്ത്ര്യം? അപ്പൊ അതേപോലുള്ള പരിമിതിയുടെ മധ്യത്തിൽ ഒരു വിശുദ്ധ പകൽക്കാലം നമുക്ക് ലഭിക്കും. ഓരോ ദിവസവും ഈ രോഗവ്യാപനം കൂടി വരും. ഇന്നലെ 1600 ചില്ലാനായി ആരോഗ്യമന്ത്രി പറഞ്ഞത് ഓരോ ദിവസവും 10,000 മുതൽ 20,000 വരെ ആവുക. നമ്മൾ ഓർത്ത് വയ്ക്കും, കേരളത്തിൽ ഒരു ദിവസം 20,000 രോഗികളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ദേശത്തൊക്കെ വരും. ഒരു സംശയം, ഇപ്പം നമ്മൾ ആശ്വസിക്കും, വലിയ കുഴപ്പമില്ലെന്ന് ഓർത്തിരിക്കും, നമ്മളിലൊക്കെ വരും. ഒരു ദിവസം 20,000 പേർക്കൊക്കെ പകരുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പേടിച്ചത്. അപ്പൊ എങ്ങോട്ടാണ് ലോകത്തിൻ്റെ? നമ്മുടെ പുതിയ കണക്കിന് 50,000 ഇന്ത്യയിൽ മരിച്ചത് അല്ലേ? 4 കോടിയിൽ കൂടുതലായി, 25 ലക്ഷത്തിലധികമായി ലോകം. ഒരു ഭേദവും ഒരു വ്യത്യാസവും കൂടാതെ മുൻ രാഷ്ട്രപതി കോവിഡ് ബാധിച്ചിരിക്കും, പ്രണബ് മുഖർജി, സംഗീതക്കാരൻ, പാട്ടുകാരൻ ബാലസുബ്രഹ്മണ്യം, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, എല്ലാവരും, MLA-മാരൊക്കെ, നമ്മുടെ മുഖ്യമന്ത്രി പോലും ഇപ്പോൾ നിരീക്ഷണം. ഇത് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരും ചെയ്യാം. ഇവിടെയാണ് ഈ 2 ദിവസങ്ങളിലൊക്കെ, ഇവിടെയാണ് ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വം. ഞാൻ എപ്പോഴും എല്ലാ ആഴ്ചയിലും പറയുന്നത്, ഇവിടെ കരയുവാനും നിലവിളിക്കുവാനും മുറയിടുവാനുമുള്ള ദിവസങ്ങൾ, സമയങ്ങളൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും വളരെ വേദന ചോദിക്കുന്നത്, പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ വലിയ നടക്കും അല്ലേ? ജീവിതത്തിൽ ഒരു വ്യത്യാസവും വരാതെ പഴയതുപോലെ നടക്കും. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഈ രോഗവ്യാപനമുള്ള സമൂഹത്തിലൂടെയൊക്കെയാണ് നടക്കുന്നത് അല്ലേ? പക്ഷെ നമ്മളെ ഇന്നോളം ദൈവം പരിപാലിക്കും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലനത്തെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. പരിമിതിയുടെ മധ്യത്തിൽ ഈ 8 വീട്ടുകാരെ വെച്ച് നമ്മൾ ആരാധന, 8 വീട്ടുകാരെ വെച്ച് നടത്തുമ്പോൾ 8 വീട്ടുകാരെ പോലും ആരാധന വരാനുള്ള മനസ്സിലെന്നുള്ളത്. പക്ഷെ മനസ്സുള്ളവരുണ്ട്. രാവിലെ സഹോദരി വന്ന്
200 രൂപ സ്വന്തരാഴ്ച കിട്ടും മുമ്പ് അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. യാതൊരു ഒരാൾ വന്നു വെച്ച് 200 രൂപ സ്വന്തരാഴ്ച ഇട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ വീടുകൾ ഈ കൊറോണയൊക്കെ ഞങ്ങൾ വീടുകൾ പ്രാർത്ഥിക്കും. ഇത് തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, ഈ 8 വീട്ടുകാർ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ഒരാഴ്ച ഈ കൊറോണ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ കൊടുക്കുന്ന അതേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദൈവത്തെ സ്നേഹിക്കാനായിട്ടൊക്കെ അത് നമുക്ക് സാധിക്കും. ഇവിടെ നിന്നൊരു ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കും. പ്രത്യേകിച്ച് ലിജോ ആണെങ്കിൽ എനിക്ക് ഏർപ്പെട്ട് 1 കൊല്ലത്തോളം കൂടിയായിരുന്നു ദേവാലയത്തിൽ. വളരെ സന്തോഷമുള്ള കാര്യം. ദീർഘനാളുകൾ സുഖമില്ലാതെ വളരെ ഭാരപ്പെട്ട രോഗാവസ്ഥയിലായി. ദൈവം നൽകുന്ന ഞായറാഴ്ചയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട്, ഞങ്ങളുടെ ബർത്ത്ഡേക്ക് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വന്നതോർത്ത് ലിജോയും ദിഗയും വന്നതോർത്ത് സ്വാതന്ത്ര്യത്തെ സ്തുതി. ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം ബപ്തിസ്മ എന്ന സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസം. സ്നാനത്തെക്കുറിച്ച് എല്ലാ വർഷവും ഒരു പ്രസംഗം ഉണ്ടാകുന്നത്. സക്രമെന്റ് സ്നാനം ഒരു പ്രസംഗം എല്ലാഴ്ച. നമുക്കറിയാം സക്രമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ? സക്രമെന്റ് എന്താ? സക്രമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കയ്യൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ കൊടുക്കാട്ടൊക്കെ സക്രമെന്ന് പറഞ്ഞില്ല, അകമേ പ്രാപിക്കുന്ന ദൈവകൃപയുടെ പുറമെയുള്ള അടയാളം അല്ലേ? അകമേ നാം പ്രാപിക്കുന്ന ദൈവകൃപയുടെ പുറമെയുള്ള അടയാളമാണ് സക്രമെന്റ്. അതിൻ്റെ കൃപാവഴികൾ എന്നാ പറയുന്നത്, മീൻസ് ഓഫ് ഗ്രേസ്. ഈ സഭകളെ സംബന്ധിച്ച് ഒരുപാട് സഭകളുണ്ട്. സഭകൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ. അതുകൊണ്ട് തന്നെ സഭകളൊക്കെ അതിൻ്റെ കൂദാശകളിലൂടെ അതിൻ്റെ തനിമയും സ്വഭാവവും ഒക്കെ വെളിപ്പെടുത്തും. പാരമ്പര്യ സഭകൾ, പൗരസ്ത്യ സഭകൾ, അവർക്ക് 7 കൂദാശകളാണ് വളരെ പ്രാധാന്യത്തോടെ ചെയ്യും. എന്നാൽ നവീകരണ സഭകൾ പ്രൊട്ടസ്റ്റ് സഭകളായ നമ്മളൊക്കെ 2 സക്രമന്റുകൾ മാത്രമാണ്, സ്നാനവും കർത്താവിൻ്റെ അത്താഴവും. അത് 2 കൃപാവഴി. അപ്പം ബപ്തിസ്മ എന്ന് അറിയപ്പെടുന്ന സ്നാനം എന്ന് പറയുന്നത് സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ ഒരുപാട് വിവാദമുണ്ടാക്കിയ വിശ്വാസ ആചരണമാണ് സ്നാനം. ഇന്ന് സഭയുടെ വ്യത്യാസം എന്ന് പറയുന്നത് സ്നാനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമല്ല. സ്നാനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വ്യക്തമായ മലയാളം സ്നാനം എന്ന് പറഞ്ഞ കുളി എന്നായ വാക്കില്ല. അമ്പലത്തോട് ചേർന്നുള്ള ആ നദിയുടെയൊക്കെ ഭാഗത്ത് സ്നാനഘട്ടം എന്ന് എഴുതിയിട്ടുണ്ട്, കുളിക്കാനുള്ള സ്ഥലം. അപ്പം സ്നാനം എന്ന് പറയുന്ന വാക്കിന് കുളി എന്ന് മാത്രമേ അർത്ഥം. 2 ആഴ്ച മുമ്പ് ചിറ്റാറില് പെന്തിക്കോസ്തുകാരുടെ സ്നാനം, വലിയ ഒഴുക്ക് നദികളിൽ, അതുകൊണ്ട് കുട്ടകത്തിനകത്ത് വെള്ളം എടുത്ത് ജനത ഇറക്കി പറഞ്ഞാണ് അല്ലേ സ്നാനം. അതുകൊണ്ടാണ് സ്നാനം പല വിധത്തിലും. അപ്പം സ്നാനം എന്ന വാക്കിന് അത് ശരിക്കുമുള്ള അർത്ഥം കുളി എന്നായതുകൊണ്ട് നമ്മൾ ശരിക്കും സ്നാനം എന്ന വാക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒന്നിൽ സ്നാപനം അല്ലെങ്കിൽ ബപ്തിസ്മ എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ എഴുതിയത്, ബപ്തിസ്മ എന്ന വാക്ക്. ഇവിടെ ബപ്തിസ്മ എന്ന് നമ്മൾ പറയുമ്പോൾ ബാപ്റ്റോ എന്ന് പറയുന്ന അരാമ്യ ഗ്രീക്ക് പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം വേദോസ് എഴുതിയത് അതിൻ്റെ ഭാഷയിൽ പറയുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ. അരാമ്യ ഗ്രീക്ക് ഭാഷയിൽ ഈ ബാപ്റ്റോ എന്ന് പറയുന്നതിന് കൊല്ലൻ ചുട്ടുപഴുത്ത ഇരുമ്പിനെ പാകപ്പെടുത്താൻ വേണ്ടി വെള്ളത്തിൽ മുക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബാപ്റ്റോ. അതിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്കുണ്ടായത്. എന്നാൽ അരാമ്യ സുറിയാനി ഭാഷയിൽ അതാണ് കൂദാശ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ കൂദാശ എന്നുള്ള വാക്ക്. അതുകൊണ്ടാണ് നമ്മൾ കൂദാശ, മാമോദീസ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. മാമോദീസ നമ്മൾ പറയും. ഈ
വേദപുസ്തക അടിസ്ഥാനം എന്ന് പറയുന്നത് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളൊക്കെ ഈ സ്നാനത്തെക്കുറിച്ച്. ഈ സ്നാനം ഞാൻ പറഞ്ഞത്, സ്നാനം എന്ന് പറഞ്ഞാൽ കുളി. എന്നാൽ മറ്റൊരാൾ ഈ സ്നാനം ചെയ്യുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സ്നാപനം എന്ന് പറയുന്നത്. മറ്റൊരാൾ ആളാൽ ചെയ്യപ്പെടുക. ഇന്ന് നാം വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു സ്നാനം എന്ന് പറയുന്നത് കാണുന്നത്, സ്നാനത്തിൽ നെല്ലായിട്ട് കാണുന്നത്, ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ അവർ ചെങ്കടൽ കടക്കുന്ന സന്ദർഭം. ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടക്കുന്നത്. അവിടെ നാം വായിച്ചു കാണുന്നത് ചെങ്കടലിലെ വെള്ളം അവർക്ക് രക്ഷയാണ്. അവിടെ വെള്ളം അവർക്കൊരു രക്ഷയായി ജീവശുമാണ്. അതേ വെള്ളം തന്നെ ഫറവോന്റെ സൈന്യത്തെ മുക്കിക്കളയും. അതേ വെള്ളം കുറെ ആളുകൾക്ക് രക്ഷയും കുറെ ആളുകൾക്ക് ശിക്ഷയും ആയിട്ട് മാറും. ഈ സ്നാനം മിക്ക മതങ്ങളിൽ, എല്ലാ മതങ്ങളിലും സ്നാനം, പ്രത്യേകിച്ച് യഹൂദ മതത്തിൽ സ്നാനമുണ്ടായി. സുവിശേഷങ്ങൾ നാം കാണുന്ന യേശുവിന്റെ സ്നാനം, വിശുദ്ധ യോഹന്നാൻ സ്നാനപ്പെടുന്നത്, അത് ആ സ്നാനത്തെ കുറിച്ച് പല വിമർശനങ്ങൾ. അത് ശരിക്കും ദൈവോക്തന്റെ സ്നാനം ജ്ഞാനസ്നാനമാണ്. മിക്കവാറും സഭകൾ പറഞ്ഞ ജ്ഞാനസ്നാനം എന്ന് പറയും. അത് ജ്ഞാനസ്നാനമായി. അതിന്റെ മൂലഭാഷയിൽ പറയുന്നത് കഥാസ്മോസ് എന്നാ പറയുന്നത്. അത് ശുദ്ധീകരണ സ്നാനം. കുടി എന്ന് പറയുന്നത് തന്നെ ശുദ്ധീകരണ സ്നാനം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്യുന്നത് ജനത്തെ ശുദ്ധീകരിക്കുകയാണ്. അപ്പൊ സ്നാപനം ബപ്തിസ്മ എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുക. അതുകൊണ്ട് സ്നാപനം എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിലൂടെ ഇത് പുറമേയുള്ള ആചരണം. അച്ഛനോ തിരുമേനിയോ ശുശ്രൂഷയോ ഒക്കെ തന്നെ പുറമെ ചെയ്യുന്ന ഒരു ആചരണം. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ മോശ പറയുന്നുണ്ട്, ഈ പുറമേയുള്ള ഈ അനുഷ്ഠാനത്തിലൂടെ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ഈ സ്നാപനം നടക്കുമ്പോൾ യെശയ്യാപ്രവാചകനെ കുറിച്ച് പറയുന്നത് അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവശ്യമില്ല. ഇത് സ്നാനത്തിൽ സംഭവിക്കും. സ്നാപനം കഴിയുന്ന ബപ്തിസ്മപ്പെടുന്ന ഒരാളുടെ മേൽ പറയുന്നത് അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവശ്യം. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ബപ്തിസ്മ കഴിഞ്ഞവല്ല, സ്നാനപ്പെട്ടവർ. അപ്പൊ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവശ്യിക്കും. ഈ ആത്മാവിനുള്ള പ്രത്യേകത അത് വെറും ആത്മാവല്ല. അതിനെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ പറയുന്നത്, യെശയ്യാപ്രവാചകൻ 11-ാം അധ്യായം 8-ാം വാക്യം, അത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. സ്നാനപ്പെട്ട ഒരു വ്യക്തിയിൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പം സ്നാനപ്പെട്ട ഒരു വ്യക്തി ജ്ഞാനത്തോടെയും വിവേകത്തോടെയാണ് നടക്കേണ്ടത്. 2, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ദൈവത്തിനെ സംബന്ധിച്ച്, സ്നാനപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ച് ഈ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പിന്നെ പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. അപ്പൊ സ്നാനത്താൽ സംഭവിക്കുന്നത് പരിജ്ഞാനവും യഹോവ ഭക്തിയും ഒക്കെ ഞാൻ നിറയപ്പെടും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഈ സ്നാനത്തിന് ഈ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. പരിജ്ഞാനം നിറയും. യേശു കർത്താവിനെ കുറിച്ച് നമുക്കറിയാം. യേശു കർത്താവ് യഹൂദനായിരുന്നത് കൊണ്ട് പാപമോചന സ്നാനം, ഇന്ന് പല സഭകളും പഠിക്കുന്നത് പാപമോചന സ്നാനം. യേശുവിന് എന്തിനാ പാപമോചനത്തിന്റെ സ്നാനം അല്ലേ? യേശുവിനെ നോക്കിയവരൊക്കെ പറ, അവരിൽ ഒരു കുറ്റവും കാണാൻ, അവനിൽ പാപമില്ല. യേശു കർത്താവിന് എന്താ പാപമോചന സ്നാനം? ഇന്ന് പല സഭകളും പറ, യേശു കർത്താവ് സ്നാനം ചെയ്തില്ലേ, അത് പാപമോചന സ്നാനം. എന്നാൽ യേശു കർത്താവ് എടുത്ത സ്നാനം ശുദ്ധീകരണ സ്നാനം. കാരണം യേശു
മനുഷ്യനായിട്ടാണ് ലോകത്തിൽ വന്നത്. അപ്പം ലോകത്തിലെ പാപത്തോടും പാപികളോടും അനുരഞ്ജനപ്പെടുവാനാണ് യേശു കർത്താവ്. അതുകൊണ്ടാണ് യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ പറയുന്നത് ലോകത്തിന്റെ പാപത്തിൽ ചുമക്കുന്ന ദൈവത്തിന്റെ. അപ്പം പാപത്തോടും പാപികളോടും അനുരഞ്ജനപ്പെടുവാൻ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാനായിട്ട് യേശു കർത്താവ് വന്നുകൊണ്ട് യേശു കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് മുൻപടിയായി ചെയ്ത സ്നാനം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്നാനം. അപ്പൊ ഈ സ്നാനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിച്ചതാണ്. സ്നാനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് സ്നാനത്തിന്റെ ഈ അടയാളം അല്ലെങ്കിൽ വേദപുസ്തകം സ്നാനത്തിന് നൽകുന്ന സൂചനകൾ. ഒന്ന്, ശിഷ്യരാകുന്നതിന്റെ അടയാളമാണ് സ്നാനം. ശിഷ്യരാകുന്നതിന്റെ അടയാളം അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ നാം കാണുന്നു. അവിടെ ശിഷ്യന്മാരായതും പറയുന്നത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ പ്രമാണിപ്പാക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ടു. അപ്പം ശിഷ്യരാക്കുന്നതിന്റെ അടയാളമാണ് സ്നാനം. സ്നാനപ്പെട്ട ശിഷ്യരാകണം. യേശു കർത്താവ് കൊടുക്കുന്ന നിയോഗം ഇതൊക്കെ ചെയ്യണം ലോകം. അതുകൊണ്ടാണ് നമ്മൾ സ്നാനപ്പെടുത്തി സഭയോട് ചേർന്ന്. നമ്മുടെ സഭയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയാം ഒറ്റ സ്നാനമേ അല്ലേ. വ്യക്തമായിട്ട് ഈ നമ്മുടെ സഭയുടെ നമ്മുടെ സ്നാനത്തൊട്ടി പള്ളിയുടെ ദേവാലയത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത്, ഓർത്തഡോക്സ് സഭ കത്തോലിക്ക സഭയുടെ ഒക്കെ അതിൻ്റെ കിഴക്ക് ഭാഗത്താണ് അതുവരെ ചേർത്ത് സ്നാനത്തിൽ. നിങ്ങളാരും വലിയ അർത്ഥം നമ്മൾ വേദപുസ്തകം ശുദ്ധീകരണം പ്രാപിച്ച് ദേവാലയത്തിലേക്ക് വരിക എന്നുള്ളത്. അവിടെ സ്നാനപ്പെടുത്തി ഈ വെള്ളം തളിച്ചതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മധുവായിലോട്ട് വരികയുള്ളൂ, മേശയിലോട്ട് അച്ഛൻ വരികയുള്ളൂ. ഇതാണ് നമ്മുടെ സഭയുടെ പ്രത്യേകത. സ്നാനത്തെക്കുറിച്ച് നമ്മുടെ സഭ സ്നാനപ്പെട്ടി അതുകൊണ്ടാണ് ദേവാലയത്തിന്റെ പടിഞ്ഞാറ് വശത്ത് ചേർത്ത്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് ശിഷ്യരാക്കുന്നതിന്റെ അടയാളം. 2, പാപങ്ങൾ മോചിക്കുന്നതിന്റെ അടയാളമാണ് സ്നാനം അടയാളം. അത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 32-ാം വാക്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം. നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി നമുക്ക് പറയുന്നത് ശുദ്ധീകരണം, കഴുകൽ, പാപങ്ങളെ മോചിക്കും. ഇവിടെ ഒരു കുഴപ്പമുള്ളത്, കുഞ്ഞുങ്ങളുടെ സ്നാനം പല സഭകളും ശിശു സ്നാനം അംഗീകരിക്കുക. ഞാൻ പള്ളിയോടെ ഇരിക്കുമ്പോൾ അവിടെ പെന്തക്കോസ്തേ സഹോദരനോട് തർക്കം. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് എന്നാ പാപമോചനം, അവർക്ക് എന്തോ അറിയാം, അവർക്ക് എന്താ. എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അരകലിമ്പിള എടുത്ത് വെള്ളത്തിൽ മുക്കുമ്പോൾ ഉള്ളത് കുഞ്ഞുങ്ങളെ സ്നാനം. എന്തോ ഒരു പോഷനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്ന ദാനം അത് അരകലിമ്പിളയാണ്. പക്ഷെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നത്, കുരിന്ത്യർക്ക് 1-ാം ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നു. അവിടെ ഇങ്ങനെയാ വാക്യം പറയുന്നത്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം, 1 Corinthians 7:14, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധത്തിനും. എന്നിട്ട് അതിന്റെ അവസാനം എഴുതിയിരിക്കും, ഇപ്പോഴോ അവർ വിശുദ്ധരാകും എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുകൊണ്ടാ പറയുന്നത്. ഇപ്പോഴും അവർ വിശുദ്ധ, അവർക്ക് പാപസ്നാനമൊന്നും വേണ്ടെന്ന്. അപ്പോസ്തലൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ, വിശുദ്ധൻ, നിഷ്കളങ്കൻ. ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. അതുകൊണ്ട് ആരൊക്കെ ഉപദേശങ്ങൾ പറഞ്ഞാലും കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത്, കാരണം വിശുദ്ധീകരിക്കപ്പെട്ട ദൈവനാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവർ വിശുദ്ധരാണ്. അവർക്ക് പാപമോചന സ്നാനത്തിന്റെ ആവശ്യമില്ല. അവർ സ്നാനം വീഴുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവരുടെ ആവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. 1, ശിഷ്യരാക്കുന്നതിന്റെ അടയാളം. 2, പാപങ്ങൾ മോചിക്കുന്നതിന്റെ അടയാളം. 3, രക്ഷ അനുഭവിക്കുന്നതിന്റെ അടയാളം. ബപ്തിസ്മ കഴിയുന്ന യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന ഒരാൾക്കാണ് രക്ഷ അനുഭവിക്കാൻ സാധിക്കും.
വളരെ വ്യക്തമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷ അനുഭവിക്കുന്ന അടയാളം കൂടെയാണ് സ്നാനം. രക്ഷ അനുഭവിക്കുന്ന സ്നാനം. നാലാമതായി പറയുന്നത് ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിൽ പങ്കാളികളാകുന്നതിന്റെ അടയാളമാണ് സ്നാനം. ക്രിസ്തുവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും പങ്കാളികളാണ്. റോമലേഖനം 6-ാം അധ്യായം 3-4-5 വാക്യങ്ങളിൽ ഒരു സപ്പോസ് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. നോക്കുക, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. യേശു കർത്താവിന്റെ മരണത്തോട് പങ്കാളി. അതുകൊണ്ട് ധൈര്യത്തോടെ സ്നാനം ഏറ്റ ഒരു ദൈവവചനം പറയാൻ സാധിക്കണം, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എനിക്ക് ജീവിക്കുന്നത്. ഞാൻ മരണപ്പെട്ടു, യേശുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു, യേശുവിന്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടു, അവന്റെ മരണത്തിന് പങ്കാളിയായി തീർന്നു. പിന്നെ പറയുന്നത് അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. നമ്മുടെ ജഡത്തെ കുഴിച്ചിടുന്ന അനുഭവം സ്നാനം എന്ന് പറഞ്ഞാൽ, ദൈവനാമത്തിൽ സ്നാനപ്പെട്ട ഒരുവനിൽ ജഡത്തിന്റെ സ്വഭാവം ഉണ്ടാകുവാനായിട്ട് പാടില്ല. അവൻ ജഡത്തിൽ കുഴിച്ചിടപ്പെട്ടു. ഈ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അപ്പൊ സ്നാനമേറ്റത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനാണ്. ഞാൻ ആദ്യമേ ചോദിച്ചാലാ, എന്ത് പുതുക്കമാണ് നമ്മൾക്കുണ്ടായത് അല്ലേ? ഇത്രമാത്രം കോവിഡൊക്കെ ബാധിച്ചിട്ടും എന്ത് പുതുക്കമാ, എന്ത് രൂപാന്തരങ്ങളുണ്ട് നടക്കേണ്ടതിനായിട്ടാണ് ഈ സ്നാനം. അപ്പൊ 3-4 കാര്യങ്ങൾ. 5-ാമത് കാര്യം കൂടെ അവിടെ പറയുന്നത് നല്ല മനസാക്ഷി പ്രാപിക്കുന്നതിന്റെ അടയാളം. നല്ല മനസാക്ഷി അപ്പൊ ദൈവമക്കൾക്ക് മാത്രമുള്ളത് നല്ല മനസാക്ഷി. പത്രോസ് 1-ാം ലേഖനം 3-20 പറയുന്നത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിൽ കൂടിയാണെന്ന് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിൽ കിട്ടുന്നു. ഇവിടെ സ്നാനമോ, അവിടെ അപ്പോസ്തലൻ പറയും, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല. അമ്പേ പറഞ്ഞത് സ്നാനം എന്ന് പറഞ്ഞാൽ കുളിയുന്നുള്ള അർത്ഥം. സ്നാനം എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ അഴുക്ക് കളയലല്ല, പിന്നെയോ ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. അപ്പൊ തീർച്ചയായിട്ടും ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ഇത് അകമേ പ്രാപിക്കുന്ന ദൈവങ്ങൾ. അകത്താണ് രൂപാന്തരം ഉണ്ടാകുന്നത്, പുതിയ സൃഷ്ടിയുടെ അനുഭവം. സ്നാനപ്പെട്ട ദൈവം. ഞങ്ങളുടെ അടുത്ത് ഒരു ഓർത്തഡോക്സ് ധനിയൻ, പുള്ളി ഓർത്തഡോക്സ് പോയി ബന്ധിവസ്. പക്ഷെ പുള്ളിക്ക് ഒരു എക്സ്കൾഫൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷെ പുള്ളിക്ക് എന്നും മദ്യപിക്കണം. സ്നാനപ്പെട്ട് കഴിഞ്ഞ പുള്ളി ഒരു പണിയില്ല, പുള്ളി നിൽക്കാൻ പോകും. എന്ന് പോയി പുള്ളിയുടെ പിന്നെ പണിയായിട്ടും പഠിക്കാതെ പറഞ്ഞു. പുള്ളി മനസ്സാധ്യപ്പെട്ടില്ല. സ്നാനപ്പെട്ടതുകൊണ്ട് പുള്ളി പോയി അതുവരെ പുള്ളി പോയി നിൽക്കുമായിരുന്നു. സ്നാനപ്പെട്ടായിരുന്നു പുള്ളി പോയി നിൽക്കുകയില്ല. പുള്ളിയുടെ പണിക്കാരൻ പേര് പറയുന്നില്ല, പുള്ളിയുടെ പണിക്കാരൻ സണ്ണിനാണ് കാണുന്നത്. പുള്ളിയെ പറഞ്ഞു എന്നും 5 മണിയാകുമ്പോൾ പണി കഴിഞ്ഞ് പുള്ളി പോയി സാധനം മേടിച്ചത് സ്നാനപ്പെട്ടയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏത് സഭയിലായിരുന്നാലും രൂപാന്തരം, എന്ത് രൂപാന്തരമാണ്? ഞാൻ പോയി മേടിക്കുന്നത് വേറെ ആളെ കൊണ്ട് മേടിച്ചാൽ തന്നെ അനുഭവിക്കും. ഇത് നമ്മൾ തന്നെയാണ് തിരിച്ചറിയുന്നത്. ഞാൻ സ്നാനപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഞാൻ ഏറ്റ സ്നാനം എൻ്റെ ജഡത്തിന്റെ അഴുക്കടയായിരുന്നു. അങ്ങനെ ഞാൻ നല്ല കുളിച്ചത് അല്ലേ? ജഡത്തിന്റെ അഴുക്കടയിലാണെങ്കിൽ ഞാൻ തന്നെ കുളിച്ചത്. അവസാനമായ ഒരു കാര്യം കൂടെ, ഇതെന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുന്നതിന്റെ അടയാളം.
സ്നാനം ക്രിസ്തുവിനോട് ചേരുന്നതിന്റെ അടയാളം. ഗലാത്യ ലേഖനം 3:27 പറഞ്ഞു, ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം സ്നാനപ്പെട്ട ഞാൻ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെട്ട ഒരു ദൈവത്തിനെ നോക്കിയാൽ യേശു കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം വെച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ സ്നാനപ്പെട്ടത് ക്രിസ്തുവിനോട് ചേരുവാൻ. അപ്പോൾ ഒരു സ്വയം ചോദന, ഞാൻ സ്നാനപ്പെട്ട ഇത്രയും വർഷം ക്രിസ്തുവിനോട് ചേർന്നു. ഈ കുറ്റം പറയല്ല, പെന്തിക്കോസ്തുകാരുടെയൊക്കെ ചില സാക്ഷ്യങ്ങൾ കേൾക്കാം. അവർ സ്നാനപ്പെട്ട ദിവസമാണ് അവരുടെ ജനന ദിവസമായിട്ട് അവർ പറയും, അല്ലേ? ഇന്ന് അടുത്ത തീയതി ഞാൻ കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചു. അപ്പൊ ഈ സ്നാനവും വീണ്ടും ജനനം, ഇത് രണ്ടും ചേർത്താണ് പറയും. സ്നാനമാണ് വീണ്ടും ജനനം, സംശയം അതുപോലെ ജീവിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ബർത്ത്ഡേ നമുക്കറിയാം, പ്രധാനത്തോളം പ്രാർത്ഥിക്കുന്നു. സ്നാനപ്പെട്ടതൊന്നും ആർക്കും അറിയാം, എനിക്കറിയില്ല. അവിടെ ഇവിടെ ആർക്കും സ്നാനപ്പെട്ടതൊന്നും അറിയാം. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന ദിവസം എനിക്ക് അറിയത്തില്ല. വേദോസ് അങ്ങനെ അവിടെ ഇന്ന് ക്രിസ്തുവിനോട് ചെയ്യുവാൻ സ്നാനം, അല്ലേ? ജഡത്തിൽ നാം ജനിച്ച ദിവസം നമുക്കറിയാം. പിറന്നാൾ ജനന ദിവസം അറിയാത്ത, ഡേറ്റോർക്ക് അറിയാത്ത ആരും ഇവിടെ ഉണ്ടാകില്ല. പക്ഷേ സ്നാനപ്പെട്ട ദിവസം ആർക്കും അറിയത്തില്ല. ഈ നമ്മൾ ഈ കൺഫർമേഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവസാനം എടുത്ത് പുള്ളിക്കാട്ട് വെച്ചു. കൺഫർമേഷൻ ക്ലാസ് എടുത്തിട്ട് ഞാൻ പിള്ളേരോടെല്ലാം ചോദിച്ചു, നിങ്ങളുടെ സ്നാനപ്പെട്ട ദിവസം ജ്ഞാനമാതാക്കൾ ആർക്കും അപ്പനോടും അമ്മയോടും ചോദിച്ചറിയാൻ പറ്റില്ല. പിള്ളേരുടെ ജ്ഞാനമാതാക്കളായിരുന്നു, അല്ലേ? പക്ഷെ നമ്മൾ ജ്ഞാനമാതാക്കളുടെ ആദ്യം എന്തിനാ? നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ, ദൈവം ചെയ്ത ഉടമ്പടികളൊക്കെ സ്വയം ഏറ്റെടുക്കുന്ന കൺഫർമേഷൻ, സ്ഥിരീകരണം, അതിന്റെ സ്ഥിരീകരണം. അങ്ങനെ എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലുന്നത് വരെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ജ്ഞാനമാതാക്കളെ തന്നെ. ജ്ഞാനമാതാക്കളെ തന്നെ അന്നൊരു കാർഡ് മേടിച്ചിട്ട് പോകുന്നല്ല, ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും പോയിട്ടില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഇല്ലേ? നമ്മളൊരു കുഞ്ഞിന്റെ ജ്ഞാനമാതാക്കളായിട്ട് നിന്നാൽ, ഞാൻ ഒരുപാട് കുട്ടികളെ എഴുതിപ്പിച്ചിട്ടുണ്ട്, ആദ്യം എഴുതി. ആ ഞാൻ എഴുതിപ്പിച്ചുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് അവർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. രണ്ടാഴ്ച മലപ്പുറം വെച്ചൊരു കുഞ്ഞൊക്കെ അവരുടെ തലയെ കൈ വെച്ച് പറഞ്ഞു, കുഞ്ഞിന് നല്ലോണം പഠിച്ചോളൂ, അല്ലെങ്കിൽ നിനക്ക് മാത്രം എനിക്ക് പേരുകളോ, അല്ലേ? പിന്നെ പുള്ളി എഴുതിപ്പിച്ചതാ, സൈസാർ എഴുതിപ്പിച്ച പേഴ്ച പിന്നെ പറയില്ല. അതുകൊണ്ട് കുഞ്ഞിന് നല്ലോണം പഠിക്കണം, അല്ലെങ്കിൽ എനിക്കൂടെ പേരുകളോ. അപ്പൊ നമ്മൾ എഴുതിച്ച, നമ്മൾ കൈവെപ്പ് നടത്തിയ ആ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയ നിയോഗം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ച്, ഈസൈക്കാരെ സംബന്ധിച്ച് സ്നാനപ്പെട്ട ദിവസമൊന്നും ആരും ഓർത്തു വെക്കാറില്ല. ക്രിസ്തുവിനോട് ചേർന്ന, ക്രിസ്തുവിനെ ധരിക്കുന്ന ദിവസം ആരും ഓർത്തു വെക്കാറ്. ഞാൻ വേഗം ഒരാക്കുന്നുണ്ട്. ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗം, അവിടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-8 വരെയുള്ള വാക്യങ്ങൾ, അവിടെ യേശുവും നിക്കോദെമോസും ചേർന്നുള്ള ഒരു സംഭാഷണം അവിടെ പ്രതിപാദിക്കും. നിക്കോദെമോസിനെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായ ഒരു വിവരണം നൽകുന്നുണ്ട്. അയാൾ പരീശനാണ്, മത ഉപദേഷ്ടാവാണ്, സമ്പന്നനാണ്, സന്നിധി സംഘത്തിലെ അംഗമാണ്, സത്യാന്വേഷണം, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്നത് ഒരുപാട് കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി, യേശുവിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. രണ്ടാമത് രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നതിനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു, നിങ്ങൾ അറിയും. ദൈവം നിന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഇടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന്. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നീ ദൈവത്തിനാണ്, നീ ദൈവത്തിൽ നിന്ന് വന്നതാണ്. നിന്നോടുകൂടെ ദൈവം ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കും ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞു. ചോദ്യമൊന്നും ചോദിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് പറയുന്നൊരു കാര്യം, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. വീണ്ടും ജനനം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും
കഴിയും. ഇത് ഇത്രയും അറിവുള്ള നിക്കോദീമോസിന്റെ ബുദ്ധിക്ക് മറഞ്ഞിരിക്കുന്ന ഒരു വസ്തു. നിക്കോദീമോസ് അവിടെ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സംഭവിക്കാൻ? മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാനായിട്ടൊക്കെ പറ്റും? ഇതൊരു ചോദ്യം. ഇത് ഒരുപാട് നിക്കോദീമോസിനെ പോലെ അറിവുള്ള സന്ധിശ്രേഷ്ഠത്തിലെ അംഗ ഉപദേഷ്ടമൊക്കെ ആയിരിക്കും ഒരു മനുഷ്യന് മനസ്സിലാകാം. അപ്പൊ ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ. എഫെസ്യർ ഒരു കാര്യം കാണുന്നത്, അവിടെ പറയുന്നത്, അപ്പോസ്തലൻ പറയുന്നത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഇത് തലമുറകൾക്ക് മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. ആ മർമ്മം എന്താണെന്നറിയോ? മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങൾ വസിക്കും. ഇതാ മർമ്മം. ഇത് അറിയത്തില്ല യേശു. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയാം, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. വലിയൊരു മർമ്മം. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിനുള്ളിലല്ല ക്രിസ്തു ഇരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു ഇരിക്കുന്നു. അത് നീ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ വീണ്ടും ജനിക്കാത്ത അവസ്ഥയിൽ മോശയോടൊക്കെ പറഞ്ഞ നീ നിൽക്കുന്ന ഇടം വിശുദ്ധ ഭൂമിയാണ്, ഇത് ചെരിപ്പഴിച്ചു കളയണം. അതിനു പക്ഷേ സ്നാനം, വിശുദ്ധീകരണം. നിങ്ങൾ സ്നാനത്തെ കുറിച്ച് അങ്ങനെയാണ് വിശുദ്ധീകരണം. യേശു കർത്താവ് പറയുന്നു, വെള്ളത്താൽ ആത്മാവിനെ ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയും. വെള്ളത്താൽ ആത്മാവിനെ ജനിച്ചു. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് കൃപാവഴിയാണ്, മീൻസ് ഓഫ് ഗ്രേസ്. പുതുജനനത്തിന്റെ അല്ലെങ്കിൽ പുതുജനനത്തിലേക്കുള്ള കൃപാവഴിയാണ് സ്നാനം, മീൻസ് ഓഫ് ഗ്രേസ്. കൃപാവഴികൾ പ്രാപിക്കുന്നത് ഈ വെള്ളത്താലും ആത്മാവിനാലും സ്നാനപ്പെടും. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയും. അപ്പം ഇന്ന് വിശ്വാസികളുണ്ട്, സഭയിൽ വിശ്വാസികൾ ഇഷ്ടമല്ല. വളരെ വ്യക്തമായി ചോദിക്കണം, മനസ്സിലാക്കേ, പുതുതായി ജനിച്ചു എത്ര പേരുണ്ട്? വീണ്ടും ജനനം പ്രാപിച്ച എത്ര പേരുണ്ട്? അതാണ് ഞാൻ മുമ്പ് പറഞ്ഞു. മറ്റു ചില വിശ്വാസികളൊക്കെ അവര് വീണ്ടും ജനിച്ച ദിവസത്തെയാണ് അവരുടെ ബർത്ത്ഡേ ആയിട്ട് പറയുന്നത്. CSI കാരായിട്ട് നമുക്ക് പറയാം, ഇതാണ് ഞാൻ വീണ്ടും ജനിച്ച ദിവസം, ഓർമ്മയിൽ വെക്കാനായിട്ട് പറ്റും. വളരെ വ്യക്തമായിട്ട് പറയട്ടെ, അധികം പേരിലും സ്നാനം കൊണ്ട് ഒരു വ്യത്യാസവും പറ്റുന്നില്ല. അങ്ങോട്ട് സ്നാനത്തെ പോവുക, അത് മുന്നേറിയും അങ്ങനെയല്ലേ അറിയാം. പിന്നെ ആ സ്നാനത്തെ കുറിച്ച് ഒരു ചിന്തയും അവനിക്കുണ്ടാകുന്നു. വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നാനപ്പെടുത്തി രസം പറയുന്നത് ഈ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ആണ്. ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയുടെ ആണ്. അപ്പൊ കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ വെറുമൊരു അവയവമല്ല, ജീവനുള്ള അവയവമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. പുതുജനനത്തിലൂടെ ശാരീരിക ജന്മം ഇവിടെ നിക്കോദീമോസ് ചോദിച്ച പോലെ അത് അമ്മയുടെ ഉദരത്തിൽ. പക്ഷേ ആത്മീയ ജനനം അത് സംഭവിക്കുന്നത് ഈ വിശുദ്ധ സ്നാപനത്തിലൂടെ, വെള്ളത്താലും പരിശുദ്ധാത്മാവിലും സ്നാനപ്പെടുന്നു. മൂന്നാമത്തെ ആഴ്ച വെള്ളത്താലും ആത്മാവിനാലുമുള്ള വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പനാണ്. ഇവിടെ രണ്ട് എലമെന്റ് അവിടെ സ്നാനത്തിൽ. ഒന്ന് ദൃശ്യമായിട്ടുള്ള വെള്ളം, സ്നാനശിക്ഷണം കാണുന്നു. രണ്ട് എലമെന്റ് നമ്മൾ കാണുന്നു, ഒറ്റ എലമെന്റ് കാണുന്നു. ഒന്ന് കാണാവുന്ന എലമെന്റ് എന്ന് പറയുന്നത് ദൃശ്യമായത് വെള്ളമാണ്. നമ്മൾ പലപ്പോഴും വെള്ളത്തിന്റെ അളവിനാണ് പ്രാധാന്യമുണ്ട്. നമുക്ക് ചിറ്റാറ്റ സ്നാനം എന്ന് പറയുന്നത് നദിയിൽ ഒഴുക്ക് കൂടുതലായതുകൊണ്ട് കുട്ടകത്തിൽ വെള്ളം ഒരു വെച്ച് കുട്ടകത്തിനകത്ത് ഒരാളെ സ്നാനപ്പെടുത്തും. പക്ഷേ നമ്മൾ ഓർക്കണം, നമുക്ക് വെള്ളം തടയ്ക്കുന്നത് മാത്രമേ. പട്ടക്കാരിച്ച് വെള്ളം തലയിൽ വെള്ളം കുരിശ് കഴിയും.
വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്താം, തളിച്ച് സ്നാനപ്പെടുത്താം, ഒക്കെ ചെയ്യാൻ സാധിക്കും. യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയത് യോർദാൻ നദി. അതാണ് പല വിശ്വാസികളും പറയുന്നത് നദിയിൽ സ്നാനം. പക്ഷേ പൗലോസിനെ കുറിച്ച് പറയുന്നത് ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000 പേരെ സ്നാനപ്പെടുത്തിയിട്ട് 3000 പേരെ വെള്ളത്തിൽ നദി കൊണ്ട് സ്നാനപ്പെടുന്ന ഒരാൾക്ക് പറ്റുമോ? അത് മിക്കവാറും വെള്ളം കളിച്ച് തന്നെയായിരിക്കും സ്നാനം. അതിനെക്കുറിച്ച് വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ 3000 പേര് ഒരു മീറ്റിംഗ്, ഒരു പ്രസംഗം കഴിയുമ്പോൾ 3000 പേര് സ്നാനപ്പെട്ട സഭയോട് ചേർന്നത് നാം വായിക്കുമ്പോൾ 3000 പേരെ സ്നാനപ്പെടുത്തുവാനായിട്ട് ആർക്കാ കഴിയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ അദൃശ്യമായിട്ടുള്ള വെള്ളവും ദൃശ്യമായ ആത്മാവും വ്യാപരിക്കുന്ന കൃപാവഴിയാ വ്യത്യസ്തം. ഇതാണ് വ്യത്യസ്തം. ദൃശ്യമായ വെള്ളവും അദൃശ്യമായ പരിശുദ്ധാത്മാവും ഒന്നിച്ച് വ്യാപരിക്കുന്ന കൃപാവഴി. അപ്പം പരിശുദ്ധാത്മാവിനോടുകൂടെ ക്രിസ്തുവിനോടുള്ള ഐക്യം സാധ്യമാകുന്നതാണ്. ഞാൻ നിങ്ങളൊക്കെ ഞാൻ വാക്കുകൾ മുഴുവൻ സ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയുടെ അംഗമാവും. ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വിവാഹ ശുശ്രൂഷ, സ്നാന ശുശ്രൂഷ, ഇതൊക്കെ ചെയ്യുന്ന ആളിന് വലിയ പ്രാധാന്യമുണ്ട്. അച്ഛൻ ചെയ്താലും തിരുമേനി, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, തിരുമേനി കല്യാണം നടത്തിയാലും കൈ പിടിപ്പിച്ചു പറയുന്നത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ഓർമ്മിക്കും. അപ്പൊ യോജിപ്പിച്ചത് ദൈവം. പക്ഷെ നമ്മൾ കണ്ടത് ദൃശ്യമായിട്ടുള്ളത് അച്ഛൻ കൈ പിടിപ്പിക്കുന്നതായിരുന്നു. സ്നാനശുശ്രൂഷ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി, അല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവസിക്കും. അതുകൊണ്ട് സ്നാനം ഏറ്റിട്ടുള്ള തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കും. ഞാൻ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്നാന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് പ്രാപിച്ചവനാണ്. ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവിൽ നിറയപ്പെട്ടാണ് ഓരോ സ്നാനവും നടക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് സ്നാനത്തിലൂടെ ചേർക്കപ്പെട്ടു ഈ ഒരു തിരിച്ചറിവ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഒരംഗമാണ് ഞാൻ. അത് ജീവനുള്ള അംഗം ആയിത്തീരും. നമുക്ക് സാധിക്കും. അംഗത്തിന് ജീവനില്ലേ പിന്നെ ഒരു പ്രയോജനം അല്ലേ? ചില ശരീരത്തിൽ ചില അവയവങ്ങൾ, ചില പറയാറില്ലേ, ഇന്നാളി അവയവം, ഈ വിരലിപ്പോ ഇത് വെറുതെ ഇരിക്കും, ഇതിന് ചലനശക്തി ഒന്നുമില്ല, തൊട്ടാപ്പോലും അറിയത്തില്ല, അല്ലേ? വെറുതെ ഇരിക്കും, നിർജീവമായിട്ടുള്ള അവയവം. ഇന്ന് അനേക സഭയിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ നിർജീവമായിട്ടുള്ള അവയവങ്ങളായിട്ട് ജീവിക്കും. എന്ത് വന്നാലും അവർക്കൊന്നും അറിയാം. വെള്ളപ്പൊക്കം വന്നാലും കുഴപ്പമില്ല, പ്ലെയിൻ ക്രാഷ് വന്നാലും കുഴപ്പമില്ല, പിന്നെ കൊറോണ വന്നാലും കുഴപ്പമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും അറിയാത്തതുപോലെ നടക്കും, അല്ലേ? ചോദിച്ചതുപോലെ നടക്കും. ഒരു അനുതാപം, ഒരു മനസ്സാന്തം, ഒരു പുതുക്കം ഒന്നിനും ഉണ്ടാവാതെ നടക്കും, അല്ലേ? ഞാൻ ആദ്യം ചോദിച്ചു പോലെ കൊറോണ വന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ കാലത്ത് ഇതുപോലെ സംഭവിച്ചു. ഇത് നിലവിളിക്കേണ്ട സമയമാണ്, വെളിപ്പെടുത്തേണ്ട സമയം, വരേണ്ട സമയം. എൻ്റെ വാക്കുകളുടെ രോഗവ്യാപനം കൂടുന്നു. അടുത്ത രോഗത്തിൻ്റെ പറയുന്നു 10,000 20,000 ഒക്കെ ഓരോ ദിവസം രൂപകളാകാനായിട്ട്. ഒരുപക്ഷെ ഇന്ന് പരിമിതമായുള്ള സാഹചര്യങ്ങളിൽ 8 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരാധന നടത്താൻ സാധിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഇതിനു ശേഷം ആരാധനാലയങ്ങൾക്ക് ഇനിയും അടഞ്ഞു കിടക്കുന്ന അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. കർത്താവേ, ചെറിയ കൂട്ടമായിട്ടല്ല, നീ ഞങ്ങളെ സ്വതന്ത്രരാക്കി. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇനിയും അടിമമുഖത്തിൽ കുടുങ്ങിപ്പോകരുത്, അല്ലേ? ഇപ്പൊ നമ്മളൊരു അടിമത്തിൽ കുടുങ്ങിയിരിക്കുക, കൊറോണ തന്നെ അടിമ, നമ്മളെല്ലാം കൂടെ അടിമമുഖത്തിൽ അമുക്കി വെച്ച് ഇതിൽ നിന്ന് പുറത്തു വരും. നമ്മൾ പ്രാർത്ഥിക്കണം പൂർണ്ണ മനസ്സോടെ, പൂർണ്ണശക്തിയോടെ, പൂർണ്ണതയോടെ, പൂർണ്ണാത്മാവോടെ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം
അതുകൊണ്ട് ഈ സ്നാപനത്തിലൂടെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളൊക്കെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്ക് പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കുന്നതാണ്.